ഇത് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാൻ പോവാണ്. ഇത് ഇന്നലെ എടുത്ത പിക്കാണ്. ഇപ്പോഴത്തെ ചെടി ഞാൻ കാണിച്ചു തരാം. കണ്ട ആ ഫ്ലവർ വാടി. അപ്പം അത് നമ്മൾക്ക് ഇനി പിക്കിടുമ്പം തലേദിവസത്തെ ഫ്ലവർ വെച്ചിട്ട്, പക്ഷേ ഇതുമ്മ വളരെ വിരിയണ പൂവാതാന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പ്രൈസ് 180 നമ്മൾ നിശ്ചയിച്ചു ഫ്രം മാർക്കറ്റ് പ്ലേസിലൊക്കെ സെർച്ച് ചെയ്തിട്ട്. ഇനിയുള്ളത് കൊറിയർ ചാർജാണ്. അപ്പോൾ സൈസിനനുസരിച്ച് ഒരുപാട് വലുതാണെങ്കിൽ കൊറിയർ ചാർജ് കൂടുന്നുള്ളത് കൊണ്ട് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. കട്ട് ചെയ്തെടുത്തു. അപ്പം ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം ഫ്ലവർ ഈ സെയിം തന്നെയാണ് ഇതും ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഫ്ലവറോട് കൂടി പ്ലാന്റ് സൈസ് കാണിക്കാനായിട്ട് ഈ ഒരു പിക്കാണ് നമ്മളിടുക. പിക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ക്യാമറ പിടിച്ചിട്ടുള്ള കാരണമാണ് കേട്ടോ. അപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇലകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതിൻ്റെ അഗ്രഭാഗം പതുക്കെ താഴ്ത്തി വയ്ക്കുക. അപ്പോൾ 2-3 ദിവസം തണലത്ത് വയ്ക്കുക, വെള്ളം ചാറി കൊടുക്കുക. അപ്പോൾ അത് പിടിച്ച് കിട്ടും. ഇത് നിൽക്കില്ല ഇനി. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ സെയിൽ പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല ഫ്ലവറാണ്, പുതിയ തരാണ്, പുതിയ ചെമ്പരത്തിയാണ്. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്ലാന്റ് സെൽ ചെയ്യാനായിട്ട് സെയിൽ പോസ്റ്റ് ഇടണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ടും നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടിയുടെ സൈസ്, പ്രൈസ് നിശ്ചയമായിട്ടും കാണിച്ചിരിക്കണം. എടുക്കുന്ന പിക്ക് നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. ഇനി ഇതെവിടെയാണ് പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്ലാന്റെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ സെൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചെന്ന് വിശ്വസിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.